ഈ നേഹ എന്ന പേഷ്യന്റ് ഏത് റൂമിലാ? ആ ആക്സിഡന്റ് പറ്റിക്കൊണ്ടുവന്ന പേഷ്യന്റ് ആണോ? അതെ. അവരെ കുറച്ചു മുന്നേ ഒരാൾ വന്ന് നിർബന്ധപൂർവ്വം ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയി. സിസ്റ്റർ, ഈ നേഹയുടെ കാര്യം തന്നെയാണ് പറയുന്നത്? അതെ, നേഹയുടെ കാര്യം തന്നെയാ പറഞ്ഞത്. അവരെന്തോ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്നോ റിപ്പോർട്ടറാണെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. ആ ആള് തന്നെയല്ലേ? ആ അതെ, അതന്നെയാ. അവര് പോയിട്ടിപ്പോ 2-3 മണിക്കൂറായല്ലോ. എന്തു പറ്റി? ഒന്നുമില്ല, ഞങ്ങൾ അവരൊന്ന് കാണാൻ വന്നതാ. സാരമില്ല, ഇനി വീട്ടിൽ പോയി കണ്ടോളാം. ശരി. നമ്മളറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ആരായിരിക്കും അവരെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയെന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇവര് പറഞ്ഞുതരും. അതൊരിക്കലും വന്നയാളുടെ യഥാർത്ഥ പേരോ അഡ്രസ്സോ ആയിരിക്കില്ല. എന്നാലും ആരായിരിക്കും നേഹ ഇവിടുന്ന് നിർബന്ധിച്ച് ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുപോയത്? അതാ ഞാനും ആലോചിക്കുന്നത്. സൂസന, പിന്നെ എടുക്കാം. അത് പറ്റില്ല. സൂസന വിഷമാവും. അതിന് മാത്രം വിഷമിക്കാൻ എന്താ ഉള്ളത്? കൊറേ കാലം കഴിഞ്ഞിട്ടല്ലേ നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടിയത്? ആണ്, പക്ഷേ കുറെ കാലം ഒരുമിച്ച് ഒരേ കലാലയത്തിൽ നടന്നവരല്ലേ. കൈയോട് കൈ ചേർന്ന് മെയ്യോട് മെയ് ചേർന്ന്. ഫോൺ എടുക്കുന്നില്ലല്ലോ. അവിടുത്തെ മൺതരികൾക്ക് പോലും പല കഥകളും പറയാനുണ്ട്. അതിന് നിങ്ങൾ തമ്മിലൊന്നും ഉണ്ടായിരുന്നില്ലെന്നല്ലേ പറഞ്ഞത്? അത് ശരിയാണ്, പക്ഷേ ഇപ്പോ എന്തൊക്കെയോ ഉള്ളതുപോലെ. ഡ്രൈവറെ, ഞാനൊരു കാര്യം പറയാം. മുമ്പ് തമ്പുരാനും തമ്പുരാട്ടിയും പറയുമായിരുന്നു, കൊട്ടാരം ജോത്സ്യൻ പ്രശ്നം വെച്ച് പറയുന്നതിനേക്കാൾ അച്ചട്ടാ ഞാൻ മുഖലക്ഷണം നോക്കി പറയുന്നേന്ന്. എന്ത്? സൂസനെ ഞാൻ ഒറ്റത്തവണയെ കണ്ടിട്ടുള്ളൂ. ആ ഒരു മുഖലക്ഷണം വെച്ച് പറയുവാ. പറഞ്ഞോ കേൾക്കട്ടെ. സൂസൻ അടിപൊളിയാണെന്നല്ലേ? അല്ലെങ്കിൽ വേണ്ട, തനിക്കത് ഫീൽ ആവും. താൻ പറഞ്ഞോ? ഈ സൂസനെ കെട്ടുന്നവർക്കേ ആയുസ് കുറവായിരിക്കും. എന്നുവെച്ചാ കെട്ടുന്നവൻ തട്ടിപ്പോവും. അത് ചുമ്മാ. എങ്കിലേ ആരെങ്കിലും ഡെമോ ആക്കി കെട്ടിക്ക്. അപ്പൊ തനിക്ക് കാണാം കെട്ടുന്നവൻ കാലാപുരിക്ക് പോകുന്നത്. ഇനി അഥവാ താനാണ് കെട്ടുന്നതെങ്കിൽ താൻ കാലാപുരിക്ക് പോകുന്നത് എനിക്ക് കാണേണ്ടി വരും. അത് വേണ്ടെങ്കിൽ ആ സൂസനായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചേക്ക്. അല്ലെങ്കിൽ തന്നെ അവൾ എന്തിനു കൊള്ളാം? പൊക്കവും കുറവ്, കറുത്ത് ഇരുണ്ടിട്ട്, കാണാനാണെങ്കിൽ ഒരു മെനയുമില്ല. കറുത്ത് കരിക്കട്ട പോലെ ഇരിക്കും അവള്. ഒരു ഡ്രസ്സിംഗ് സെൻസും ഇല്ല. മൊത്തത്തിൽ അവള് കൊള്ളില്ല. പിന്നെ തനിക്ക് നിർബന്ധമാണെങ്കിൽ അവളെ വിട്ടിട്ട് വേറെ ആരെങ്കിലും നോക്ക്. ഇച്ചിരി കൂടെ ഹൈറ്റുള്ള, കുറച്ച് കാണാനൊക്കെ വെളുത്ത്, ഭയഭക്തി ബഹുമാനവും നല്ല മുടിയും നല്ല ചന്തമുള്ളൊരു പെണ്ണിനെ. അപ്പത്താ രക്ഷപ്പെടും.